സാഹിത്യലോകം നിറഞ്ഞു നിൽക്കുന്ന തൂണുകൾ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരെ കണി കണ്ടുണരുന്ന ഒരു വിദ്യാലയം. ഇത് കൂടുതൽ സമയം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടിയില്ല. ചെറിയൊരു സമയത്ത് ആകെ രണ്ട് ദിവസം മാത്രമാണ് നമുക്ക് ഈ ചിത്രം ചെയ്യാനുള്ളൊരു സമയം നമ്മൾ മുമ്പിൽ ഉണ്ടായുള്ളൂ. മാഷ് നമ്മളോട് പറയുമ്പോഴാണ് ഒരു 22ഓളം മഹാകവികളെയും ഈ വായനയുള്ള ലോകത്തിലേക്ക് എത്തിച്ച OMV സാർ ഉൾപ്പെടെയില്ലേ, അല്ലെങ്കിൽ തകഴി സാറിനെ പോലെ എല്ലാ മഹാപ്രതിഭകളെ ചെയ്യാൻ ഒരു കലാകാരനെ പറ്റിയിട്ട് കഴിഞ്ഞു എന്നുള്ളതിൽ വല്ലാത്തൊരു സന്തോഷമാണ്. ഇന്നത്തെ കാലത്ത് അവരെ മനസ്സിലേക്ക് അവർ കാണിച്ചു കൊടുത്ത ഒരു പാത അത് വളരെ വ്യക്തമായിരുന്നു എന്നുള്ള ഇവിടുത്തെ കുട്ടികൾക്കത് അവർക്ക് ആസ്വദിക്കാനും അതിലത്തെ ചില വാക്കുകൾ അവർ സ്വയം ഉരുവിടാനും ഉണ്ടായ ഒരു മനസ്സിന് ഈ കോളിയെടുക്കുമ്പോൾ സ്കൂളിന് പോലും ദേവദാസ് എന്ന കലാകാരന് അവർക്കും ഒരു നന്മയാണ് പറയാനുള്ളത്. പിന്നെ കുട്ടികൾ അസംബ്ലി നിൽക്കുന്ന ഒരു ഹാളാണ്. ഒന്നുമില്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഈ കുറേ കവികളെയും ചിന്തകരെയൊക്കെ വെക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒന്നുമില്ല ചിത്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ പതിയുക. പിന്നീട് അവരെക്കുറിച്ചുള്ള പുതിയ അറിവിലേക്കും ആശയങ്ങളിലേക്കും എത്തി അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വായനയുടെ ഒരു പുതിയ തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആലോചനയിലേക്ക് പോയത്. അങ്ങനെയാണ് ഈ ഒരു ആശയം നമ്മുടെ ചിത്രകാരനായിട്ടുള്ള ദേവദാസ് പേരിയായിട്ട് സംസാരിക്കുന്നത്. ദേവദാസ് വളരെ അനുകൂലമായൊരു നിലപാടാണ് ദേവദാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ കേവലം ഒരു 3 ദിവസത്തെ ഒരു അത്യധ്വാനം കൊണ്ടാണ് രാവും പകലും മെനക്കെട്ടിട്ടാണ് ഈ ചിത്രങ്ങൾ നമ്മൾ വരച്ചെടുത്തത്. ഈ കാണുന്ന വയലാറും ONVയും സുഗതകുമാരി അമ്മയും എല്ലാം ഈ കുട്ടികൾക്ക് പരിചിതമാണ്. തൂണുകളിലെ ഓരോ വരകളിലൂടെയും വരികളിലൂടെയും മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന്മാരെല്ലാം ജീവിച്ചിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.